ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാനൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ശർക്കരയിൽ ഉണ്ടാക്കുന്ന ശർക്കര വട്ടയപ്പമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് വളരെ സോഫ്റ്റും യമ്മിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർക്കുക. അപ്പപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ ഏത് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർക്കുക. അരി കുതിർത്തി അരച്ചും ഈ അപ്പം ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ അരിപ്പൊടിയിലാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുക. 4-5 ഏലക്കായയുടെ ഉള്ളിലെ അരി മാത്രം പൊടിച്ചെടുത്തത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് ഉരുക്കിയ ശർക്കര ചേർക്കാം. 1/2 കപ്പ് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 1/4 കപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. സ്പൂൺ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടും. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്തരയ്ക്കേണ്ടത്. അതിൽ കുറച്ച് ചേർത്തിട്ട് ആദ്യം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ നല്ലതുപോലെ അരഞ്ഞു കിട്ടും. അതിനുശേഷം ബാക്കി കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഇരിക്കും. 1 കപ്പ് വെള്ളം ചേർത്ത് അരച്ച ബാറ്ററാണിത്. ഇതാണ് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് മൂടി വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം തുറന്നു നോക്കാം. ഇപ്പോൾ ബാറ്ററൊക്കെ നല്ലതുപോലെ പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. ഇനി വേവിക്കാനുള്ള ഒരു കിണ്ണനെടുത്തിട്ട് അതിലേക്ക് നെയ്യ് തടവാം. സ്റ്റീമറിൽ നന്നായിട്ട് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കിണ്ണം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പകുതി അല്ലെങ്കിൽ പകുതിയിൽ കുറച്ച് കൂടുതൽ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അതിനുശേഷം മൂടി വെച്ച് 20 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. നല്ല പൊങ്ങി ബബിൾസൊക്കെ വന്ന പാകത്തിലായിരിക്കും അപ്പം ഇരിക്കുന്നത്. ഇനി നമുക്ക് വേറെ കിണ്ണത്തിൽ നെയ്യ് തടവി അതിലേക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 കപ്പ് പൊടി കൊണ്ട് 2 അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പാകത്തിൽ ഉണ്ടാക്കിയാൽ 4-5 പേർക്ക് കഴിക്കാൻ പാകത്തിലുണ്ടാകും. ഇത് വിശേഷ ദിവസങ്ങളിലും കല്യാണത്തിനൊക്കെ ഉണ്ടാക്കാറുണ്ട്. കല്യാണങ്ങളിൽ രാവിലെ കാപ്പി കുടിക്കൊക്കെ ഈ അപ്പം 2 തരത്തിലും, അതായത് പഞ്ചസാരയിലും ശർക്കരയിലും ഉണ്ടാക്കിയത് കാപ്പി കുടിക്ക് ഈ ഐറ്റവും കൂടി ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ 2ാമത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കത് രണ്ടും തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ഇത് ശർക്കരയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ അപ്പം ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്തും ഉണ്ടാക്കാവുന്നതാണ്. കണ്ടോ, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന അപ്പമാണ്. വളരെ സോഫ്റ്റാണ്. കയ്യിൽ പിടിച്ചെടുക്കുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോവുക എന്നുള്ള പേടിയാണ്. അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്. ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. കണ്ടോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. സ്പോഞ്ച് കട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെയാണ് ഈ അപ്പം ഇരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം, വൈകുന്നേരങ്ങളിൽ കാപ്പിയുടെ കൂടെയും കഴിക്കാവുന്നതാണ്. ഇത് കണ്ടോ, സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. വളരെ സോഫ്റ്റുമാണ്. വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന അപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.